ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നേ പത്തിരി കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. നെയ്സ് പത്തിരി എന്താ ടേസ്റ്റില്ലേ. നെയ്സ് പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ ആ പത്തിരിക്കന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നതിന് അതിനുള്ള വെള്ളം എടുക്കണം കേട്ടോ. വെള്ളം കൂടി പോയാൽ അല്ലാതെ കഥയും കഴിഞ്ഞിട്ട് നമ്മളെ പൊടിൻ്റെ തന്നെ കുഴക്കണ തന്നെ റെഡി ആവില്ല. അപ്പോൾ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ പൊടിയൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ശേഷം ഒന്ന് എന്താ നല്ലോണം കുഴച്ച് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. കുഴ റെഡി ആയാലാണ് നമ്മളെ പത്തിരി റെഡി ആവുക. നന്നായിട്ട് ഞാൻ കുഴച്ച് റെഡിയാക്കി എടുത്തിന്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ചൊരു എണ്ണ അതിൻ്റെ മുകളിലൊന്ന് തേച്ച് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടോ. അപ്പോൾ അതായത് പോലെ ഇങ്ങോട്ടായി. നമുക്ക് പത്തിരിക്ക് നെയ്സ് പത്തിരിയാണ് ടേസ്റ്റ് കേട്ടോ. ഈ കട്ടിപ്പത്തിരി ഒന്നും പണ്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കട്ടിപ്പത്തിരി. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഈ കട്ടിപ്പത്തിരി ഇഷ്ടമല്ല, നെയ്സ് പത്തിരിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുപോലെ പത്തിരിയും ബീഫ് കറി ആണെങ്കിൽ പറയും വേണ്ട, ബീഫ് വരട്ടിയതും പത്തിരിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ നല്ലോണം കുഴച്ച് റെഡിയാക്കിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ ഉരുള ആക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ എത്തിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ ഇതുപോലെ ആക്കി എടുത്തിന്. അതുപോലെ ഇനി കുറച്ച് ഇത് നമ്മളെ പരമപ്പൊടി കേട്ടോ. നമുക്ക് പത്തിരി ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് അതിൻ്റെ പൊടിയിൽ ഇങ്ങനെ തട്ടി ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയായിട്ട് എടുത്ത് വെച്ചിന്. പിന്നെ ഞാനിത് പ്രസ്സിങ് മേലാട്ടോ പരത്തിയെടുക്കണത്. എനിക്ക് അല്ലാതെ പരത്താനുള്ളത് എനിക്കറിയില്ല. അഥവാ പരത്തിയിട്ടാൽ തന്നെ പല ആകൃതിയിലാവും. ഇന്ത്യൻ്റെ മേപ്പൊക്കെ നമ്മൾ വരക്കാൻ ഇച്ചല്ലാത്തവരും പത്തിരി പരത്തുമ്പോൾ അങ്ങോട്ട് റെഡി ആയി ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ അയിമേൽ ഇങ്ങനെ പരത്താറില്ല, ഇങ്ങനെ പ്രസ്സിങ് മേൽ തന്നെ സാധാരണ ആക്കി ഇങ്ങനെ എടുക്കല്. അപ്പം നമ്മളെ കുക്കർ അവിടെ കൂക്കണുണ്ട്, അതിൽ കുറച്ച് കടല ഉണ്ട് കേട്ടോ. കടലക്കറിയും പത്തിരിയാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ പത്തിരി ഇങ്ങനെ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒക്കെ സിമ്പിളായിട്ട് എളുപ്പമാട്ടോ. ചില ആൾക്കാർ പറഞ്ഞേക്കാം പത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ഭാരമാണെന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ യാതൊരു ഭാരമായിട്ട് പത്തിരിക്ക് തോന്നിയില്ല. പിന്നെ നമുക്ക് കൈവേദന ഒക്കെ ഉണ്ടാകുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പത്തിരി ഇങ്ങനെ പരുത്തി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഇവിടെ മക്കൾക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെറിയ സമയത്ത് ഉണ്ടാക്കാൻ കഴിയുമ്പം പറയും മക്കൾ ഉണ്ടാക്കണ്ട, കൈവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട എന്ന് പറയും കേട്ടോ. ഒക്കെ ഞാൻ പരുത്തിയതാ ഇതുപോലെ റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിന്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ എന്താണെന്ന് ഉണ്ടാക്കിയതൊക്കെ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളാരും വീഡിയോസ് കാണുന്നുണ്ട്, ആരും കമൻറ്റ് അഭിപ്രായങ്ങളൊന്നും അറിയിക്കണില്ല. കമൻറ്റ് വരുമ്പോഴാണ് നമ്മളെ വീഡിയോസിൽ എന്തൊക്കെ തെറ്റും പോരായ്മകളിലൊക്കെ നമുക്ക് അറിയിക്കാനും തിരുത്താനൊക്കെ കഴിയുള്ളൂ. അപ്പം ഞാൻ അതങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പത്തിരിക്കല്ലൊക്കെ ഒന്ന് മാറ്റാനായിന്. ഇൻഷാ അള്ളാഹ് നമുക്ക് മാറ്റണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ലല്ലോ, ഇതിലും നന്നായിട്ട് ഇങ്ങനെ ചുട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് പിന്നേക്ക് വരാം. അതുവരേക്കും ബായ്.